എന്റെ പേര് അബ്ദുൽ ഹക്കീം. സ്ട്രീറ്റ് ഫുഡ് കേരള എന്നുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ക്യൂട്ടീസിലാണ്, ഷാർജ ബ്രാഞ്ചിലാണ്. ഇത്രയും കയറി പോയിരിക്കുക ഈ രണ്ട് സൈഡും, പിന്നെ പുറകിലും പോയിട്ടുണ്ട്. അല്ല വിയർത്ത് കഴിഞ്ഞാൽ വ്ലോഗ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനില്ല. ഇഷ്ടം പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ ആളുകളാണ്. അപ്പൊ നമുക്കൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ, നമ്മുടെ തലയാണല്ലോ അത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ എനിക്ക് നേരിട്ട് കോൺടാക്ട് ഉള്ള ഒരുപാട് പേര് ക്യൂട്ടീസിനാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊന്നും നോക്കാനില്ല, നേരെ ക്യൂട്ടീസിലേക്ക് വന്നു, ഷാർജയിലേക്ക്. പ്രൊസീജിയറിന്റെ അടിയിൽ ബ്രേക്ക് എടുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എക്സ്റ്റേണൽ തൊലിയിൽ മാത്രം ചെയ്യുന്ന ഒരു പണിയാണ്. കെയറിംഗ് ഇല്ലാത്ത സമയത്ത് റിസൾട്ടിനെ ബാധിക്കപ്പെടുക. ഹെൽത്ത് വൈസ് നത്തിങ്, അതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ പ്രൊസീജിയറിലേക്ക് പോകും. ഇതേ സ്ഥലത്ത് മണിക്കൂറുകൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് മുമ്പ് കണ്ടത്. അപ്പോഴും ഞാൻ വളരെ ചിരിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഈ പരിപാടി എല്ലാം കഴിഞ്ഞു, ഏകദേശം ഒരു 6 മണിക്കൂറോളം പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത്ര സിമ്പിൾ ആണത്. ഇത് നമ്മൾ വിചാരിച്ച പോലെ പേടിക്കേണ്ട ഒരു കേസുമില്ല. എല്ലാം സെറ്റായി. ഇത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ വേറെ ലെവലാവും. ഇത്രയേ ഉള്ളൂ ഹെയർ ട്രാൻസ്പ്ലാന്റ്. വെരി സിമ്പിൾ. അപ്പൊ ക്യൂട്ടീസിലെ ഷാർജയിലാണ് ഞാൻ ചെയ്തത്. കേരളത്തിലുണ്ട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ. വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി സാധാരണ ജീവിതത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇനി മുടി വരാനുള്ള കുറച്ച് സമയം മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. എല്ലാം സെറ്റ്. ഇനിയിപ്പോ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കാം, എന്ത് വേണേലും ചെയ്യാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരുന്ന സ്ഥലത്ത് അവരുടെ നമ്മളോടുള്ള സമീപനമാണ് അത് ഭയങ്കരമാണ്. അതായത് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എല്ലാം പരിചരണം അടിപൊളിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ക്യൂട്ടീസാണ്.